PYQ സീരീസിലെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. In figure, triangle ABC is right angled at C and DE is perpendicular to AB. Prove that triangle ABC is similar to triangle ADE and hence find the length of AE and DE. ഈ ഫിഗറിൽ തന്നിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണോ എന്ന് നോക്കാം. ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് AE ആൻഡ് DE കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് സിമിലാരിറ്റി ചെക്ക് ചെയ്യാം. ട്രയാങ്കിൾ ABC ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് C എന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DE ഈസ് പെർപെൻഡിക്കുലർ ടു AB എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ആംഗിൾ A ഈസ് കോമൺ ഫോർ ബോത്ത് ആംഗിൾസ്. Therefore, triangle ABC is similar to triangle ADE by AA similarity. ഇവിടെ നമുക്ക് AC-യും BC-യും ഗിവൺ ആണല്ലോ. അത് രണ്ടും യൂസ് ചെയ്തിട്ട് AB കണ്ടുപിടിക്കാം ബൈ പൈത്തഗോറസ് തിയറം. AB 13 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തിട്ട് AEയും EDയും കണ്ടുപിടിക്കാം. AB by AD ഈക്വൽസ് ടു BC by DE ഈക്വൽസ് ടു AC by AE. അറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് DEയുടെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. DE ഈക്വൽസ് ടു 36 by 13. ഇനി AEയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. AB by AD equals to AC by AE. Cross multiplication ചെയ്യാം. 3 into 5 is 15. AE equals to 15 by 30. കണ്ടുപിടിക്കാൻ പറഞ്ഞ രണ്ട് ലെങ്ത്തും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എല്ലാം സെന്റിമീറ്ററിലായതുകൊണ്ട് സെന്റിമീറ്റർ എന്ന് എഴുതാം. സൊല്യൂഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. PYQ സീരീസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാളെ കാണാം.